ഗൈസ് ഇത് കുറേ നാൾക്ക് ശേഷം കുറേ നാൾക്ക് ശേഷം ഇടുന്ന വീഡിയോ ആണ്. കുറേ നാളായി എടുത്തിട്ട് ഇപ്പോൾ ഒരു 1 month ആയി കാണും. അപ്പോഴത്തേന് കോമ്പറ്റീഷന് പോകുന്നതാണിത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ ആയപ്പോഴത്തേന് എനിക്കിത് ഇടാൻ പറ്റിയിട്ടില്ല, എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ലായിരുന്നു. കോമ്പറ്റീഷന് പോകുന്നൊരു വീഡിയോ ഇല്ലേ, അപ്പോഴത്തേനും കുറേ ആയി. പിന്നെ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വേണം എടുത്തത്. പിന്നെ ഇറങ്ങിയിട്ട് ക്ഷമിക്കുക, എഡിറ്റ് ചെയ്ത് താമസിച്ച് ഇടാനുള്ള മെസ്സേജ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയില്ല. അപ്പോഴത്തേന് ഒരു അഹമ്മദാബാദിലൊരു കോമ്പറ്റീഷന് വേണ്ടി പോവുക. റെസ്ലിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. ഡീവൻ്റെ റെസ്ലിംഗ് ആണല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അന്നൊരു ദിവസം നമ്മളൊരു കോമ്പറ്റീഷൻ സ്റ്റേറ്റ് മീറ്റ് പോയില്ലേ, അതിൻ്റെ നാഷണൽസാണ് അഹമ്മദാബാദിൽ വെച്ചിട്ട്. അതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്, സ്റ്റേറ്റ് മീറ്റിൻ്റെ. അതിൻ്റെ നാഷണൽസിനാണ് ഈ പോകുന്നത്. അമ്മയൊക്കെ വന്ന് അമ്മ ജോലിക്ക് പോകും. ആ വഴിക്ക് അമ്മയുടെ കൂടെ ഇറങ്ങി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ നമ്മൾ നല്ല അടിപൊളി ചോറൊക്കെ ഉണ്ട്. ഇപ്പോൾ പറയുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നു, കഴിക്കാൻ തോന്നുന്നു. അതുപോലെ അടിപൊളിയായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടപ്പോൾ അവിടെ ഇപ്പം ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ട് സാധാരണ എല്ലാവരും ടൂറൊക്കെ പോലെ പോകുന്ന എപ്പോഴും പറയും. ഇപ്പോഴത്തെ ടൂറ് പോലെ അല്ല കോമ്പറ്റീഷന് പോകും. ഞങ്ങൾ ടൂറായിട്ട് വൈബായിട്ട് എടുത്ത് അത്രേ ഉള്ളൂ. സംഭവം ഉണ്ടാകട്ടെ നോക്കി കുറച്ച് ഹലോ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഈ ഹോസ്റ്റലിലായിരുന്നു, സായി ഹോസ്റ്റലിലാണ് കണ്ടാണ് കോമ്പറ്റീഷന്. അപ്പോഴത്തേന് ഇവിടെ സ്റ്റേ വന്നേക്കണ ആ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റൽ റൂമൊക്കെ അടിപൊളി സെറ്റപ്പ്. അത് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല എനിക്ക്. ഇപ്പം അതിൻ്റെ മുകളിലത്തെ ടെറസ് ബിൽഡിങ്ങോ ഫ്ലോർ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ അവിടെ ടെറസ് പോലത്തെ കേട്ടോ ഉറുമ്പ് ഇവിടെ ഇങ്ങനെ കെട്ടി സാധനം അടിപ്പിച്ചിട്ട് നടക്കുന്ന വീടുകൾ ബിൽഡിങ്ങുകൾ ഇവിടെ എന്തോ ഒരു പണി എന്തോ ആണ് നടക്കുന്നുണ്ടല്ലോ തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി നോക്കണം. വാ പോയി കഴിക്കാം, അവിടെ പോയി നോക്കട്ടെ. ഇപ്പം സെല്ലോട്ട് വന്നപ്പോൾ ഞാൻ അവിടെ പാർക്കൊക്കെ ഉണ്ട്. അവിടെ കഴിച്ച അവിടെ പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെയാണ് കുറച്ച് പിന്നെ സ്പേസിൽ വീടുകളില്ലാത്തത്. പിന്നെ തോന്നുന്നു അതൊക്കെ അവിടെ എന്ത് ബാസ്കറ്റ് കോർട്ടോ അങ്ങനത്തെ ഒരു കോർട്ടാണ് അവിടെ അപ്പുറത്ത്. ബാഡ്മിൻ്റൺ കോർട്ടോ അങ്ങനത്തെ കോർട്ടാണ് അവിടെ. കൊടുത്തത് ഞങ്ങൾ കാലടക്കിറങ്ങാണ്. അപ്പം ഹീറോ ജോലി നാളെ കപ്പടിക്കും. കപ്പടിക്കുമല്ലോ, അടിച്ചോറ്റി കൊണ്ട് വരും ഞാനിവിടെ. അതെ, കപ്പടിക്കില്ല, അടിച്ചു മാറ്റിക്കൊണ്ട് വരും. ഇങ്ങോട്ടാ ഒടുക്കത്തിന് വെയിറ്റും സാധനത്തിനും. ഹോസ്റ്റലാണ് കാണണം നിങ്ങൾ, അടിപൊളി ഹോസ്റ്റലാണ്. എന്നിട്ട് ഈ 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ. 5 സ്റ്റാർ കൊടുക്കണമെങ്കിൽ 3 സ്റ്റാർ. 3 സ്റ്റാർ 5 സ്റ്റാർ 3 സ്റ്റാർ ഇതല്ലേ നമ്മുടെ ബാത്റൂം. കാണിച്ചില്ല ഗൈസ്, ഇതിപ്പോൾ ഞങ്ങൾ വൃത്തിയേടാക്കിയിട്ടല്ലേ സായിന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കും. നമ്മളെ കറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഓൾറെഡി അതിനകത്ത് വോയിസ് ഉണ്ടായിരുന്നു. പിന്നെ വോയിസ് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ കേട്ടോ കോമ്പറ്റീഷനൊക്കെ സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ചിടമൊക്കെ കറങ്ങി. എനിക്കിത് പക്ഷേ നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ വന്ന ടൈമിൽ പിന്നെ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റാതെ. എനിക്ക് നല്ല തണുപ്പല്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ ഞങ്ങൾ കറങ്ങാൻ പോയിട്ടൊക്കെയാണ്. അവിടെ നിന്ന് കുറച്ച് പകുതിയോളം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എനിക്ക്, കാരണം എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. അപ്പോഴൊക്കെ കുറച്ച് ഫോണില്ല, ചാർജ് ഇല്ല. അങ്ങനെ കഴിയുമ്പോൾ നൈറ്റ് പുറത്ത് പോയൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ നൈറ്റ് 2 ദിവസം എനിക്ക് ഒന്നത്തെ കാര്യം എനിക്ക് പനിയായിരുന്നു. അതൊക്കെ അങ്ങനെ കുറേയൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കറങ്ങാൻ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നെക്കൊണ്ട് ഒക്കുന്ന കുറച്ച് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയതും കറങ്ങാൻ പോയതും എടുത്തിട്ടുണ്ട്. പൂളൊക്കെ ഉണ്ട്, എപ്പോഴും അത് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും, തീരുന്നില്ല. ഞങ്ങളുടെ കൂടെ തന്നെയുള്ള പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുന്നു. ഞങ്ങൾ വേറൊരു പാർക്കിലൊക്കെ പോയത്, പാർക്കിലല്ല ഈ എന്തോ സരോജിനി മാർക്കറ്റ് ഡൽഹിയില്ല, അതുപോലെ തന്നെ എന്തോ ജോർജ് അങ്ങനത്തെ ഒരു മാർക്കറ്റുണ്ട് ഇവിടെ, എന്തോ പേരും കൂടെ. അവിടേക്ക് എത്തി. അപ്പോഴത്തേനും പിന്നെ മറ്റേ അവിടെ മസിലിൻ്റെ പുള്ളിക്കാരത്തി പറഞ്ഞില്ലേ, എൻ്റെ പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ചിരിക്കായിരുന്നു. കാരണം പുള്ളിക്കാരത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക.
അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം എന്താ ഞാനിപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നടക്കുന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം ഞങ്ങളിപ്പോൾ കറങ്ങാൻ പോയതാണ് ഞങ്ങളെല്ലാവരും കൂടെ കറങ്ങാൻ പോയി. ഞാൻ മാപ്പൊക്കെ കൊടുത്തേക്കുന്നുണ്ട് അതിനകത്ത്. ഇംഗ്ലീഷിൽ വെള്ളത്തിലൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അവിടെ ഗാന്ധിജി അടയൊക്കെ കൂടി നിൽക്കുന്നത്, കുറേ ഫോട്ടോസും വീഡിയോ. അവിടെ നിന്ന് എന്തൊക്കെയോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഗാന്ധിജി എന്നത് ആയതുകൊണ്ട് ഗാന്ധിജിയുടെ ഇതൊക്കെ ഉള്ളത് മനസ്സിലായി. നമുക്ക് അറിയാം ചരിത്രം, ഇനി ഹിസ്റ്ററിയുമായി ഞാൻ പഠിക്കുന്നത് ബന്ധപ്പെട്ടായതുകൊണ്ട് കുറച്ച് ഇതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങളുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനൊന്നും നോക്കാൻ പോയില്ല. പിന്നെ എനിക്ക് ഈ സമയത്തേക്ക് നല്ല പനിയായിരുന്നു. ഈ വീഡിയോ എടുക്കുമ്പോൾ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവല്ലേ, നല്ല പനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുകിട്ടും വയ്യ. പിന്നെ എല്ലാവരും നടക്കണ കൂട്ടത്തിൽ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കയറിപ്പോൾ ഞാൻ പലരും പല വഴിക്ക് പോയി, ഞാൻ ഒറ്റയ്ക്ക് ഏതൊക്കെയോ വഴി കൂടെ ഇങ്ങോട്ടേക്കോ നടന്ന് എല്ലാം കറങ്ങി ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ എത്തും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. നടന്ന് ഇങ്ങോട്ടേക്ക് പോയി കാട കൊണ്ട് ദൈവമേ. എന്തൊക്കെയോ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പൈസ കമ്മിയായത് കൊണ്ട് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. നമ്മൾ ഫുഡ് വരെ ഞാൻ ട്രെയിനിൽ നിന്ന് എനിക്ക് ട്രെയിൻ ഞാൻ ഒട്ടും വയ്യായിരുന്നു. ഫുഡ് വരെ ഞങ്ങൾ വെളിയിൽ നിന്ന് സൊമാറ്റോ അങ്ങനത്തെ ഓർഡർ ചെയ്തിട്ട് നല്ലത് കേരള ഫുഡ് നോക്കി മാക്സിമം കേരള ഫുഡ് കഴിക്കാൻ നോക്കി. കാരണം നോർത്ത് ഇന്ത്യൻ ഫുഡ് എല്ലാവർക്കും പിടിക്കില്ല. എന്നെ കൂടെ കൂടെ എനിക്ക് എൻ്റെ വയറ് പ്രശ്നമാക്കും. അതുകൊണ്ട് എനിക്ക് വയറ് മാത്രമല്ല എനിക്ക് ഇതിൻ്റെ ഫുഡ് പോയ്സൺ എന്നൊക്കെ പിടിക്കും ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പോയില്ല. തൊപ്പി വെച്ച മാസികാർ പോകുന്നു. അതെന്താ സംഭവം എനിക്കറിഞ്ഞു കേട്ടോ. എന്തോ ഇവിടെ ഉള്ളത് സാധനം വെച്ചിട്ടുണ്ട്. ഞാനുണ്ട് കുറച്ച് പേരൊക്കെ തലേ സാധനം വെച്ചിട്ടുണ്ട്. ഇതൊരെന്തോ അമ്പലംകുളത്തെ, പക്ഷേ ഇവിടെ എല്ലാവരും ചെരുപ്പൂരിട്ടാണ് കയറിയേക്കണം. എന്തോ ആണ് അമ്പലംകുളത്ത് എന്തോ ആണ്. ഞാൻ കയറിയില്ല, എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. എനിക്ക് കയറിയില്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട് വയ്യ പനി. ഞാൻ എൻ്റെ തലയിട്ട് ഞാൻ നോക്കി എന്താണെന്നുള്ള അമ്പലംകുളത്ത് എന്തോ ആണ് ചെരുപ്പൂരിട്ടാണ് എല്ലാവരും കയറിയേക്കണം. ദൈവങ്ങളെ പാടമൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ വെളിയിലൊക്കെ നടന്ന് ഇങ്ങനെ അവിടെ ഒരു സെറ്റപ്പ് സ്ഥലമുണ്ട്. ഞാനിപ്പോൾ ആദ്യം വലിയ കാഴ്ച ചെന്ന് നോക്കിയാട്ടോ ഞാനിത് കിണറാന്ന് പറഞ്ഞിട്ട്. പക്ഷെ കിണറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ സ്ഥലത്ത് വന്ന് ഇവിടെ കൂടെ എങ്ങനെ ഇറങ്ങണം, വെളിയിലോട്ട് ഇറങ്ങാൻ അകത്തോട്ടങ്ങ് കോട്ട് വന്ന് ഗൈസ് ക്ഷമിക്കണം. ഇത് ഇങ്ങനെ കാണണമെന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ട്. പക്ഷേ ഇതെങ്ങനെ ഇറങ്ങണമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് പിന്നെ ഇങ്ങനെ എന്തോ കാട് ചെടിയൊക്കെ പിടിച്ച് വെപ്പിച്ചിട്ടുണ്ട് അലങ്കാരത്തിനായിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ ടൂറ് എനിക്കിപ്പം ഇന്നാണോ നാളെയാണോ കോളേജിൽ നിന്ന് ടൂറ് പോയി. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് വെച്ചാൽ ലേഡീസിന് നമുക്ക് എല്ലാ വർഷവും ടൂറ് കാണും. അപ്പോൾ ടൂറ് പോയേക്കാം. അപ്പോൾ കോമ്പറ്റീഷന് പോയിട്ട് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കാണും ഞങ്ങൾ പോയിട്ട്. പിന്നെ എന്തിനാണ് ടൂറ് പോയിട്ട് കാണുന്നത്? അതും അത്രയും പൈസ തന്നെ കോമ്പറ്റീഷന് പോകണ പൈസ തന്നെ ഇതിനും കൊടുക്കണം. പിന്നെ എനിക്ക് പിന്നെ തോന്നി നമ്മളെന്തായാലും ഓൾറെഡി കോമ്പറ്റീഷനൊക്കെ പോകണമല്ലോ, പിന്നെ അങ്ങനെ പോയി കാണാമെന്ന് വെച്ച്. എനിക്കിനിയിപ്പം മാർച്ചിൽ ഒരു കോമ്പറ്റീഷനുണ്ട്, ഫെബ്രുവരി കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ പോയാൽ തന്നെ ഫെഡറേഷൻ കപ്പ് എന്നൊരു കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഇറക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മയുടെ ആണ്ടാണ്, അമ്മയുടെ ആണ്ടാണെന്ന് ഫെബ്രുവരി 14. അപ്പം എനിക്ക് ഫെബ്രുവരി 14 എനിക്കവിടെ കോമ്പറ്റീഷനാണ്. അപ്പോൾ എനിക്ക് എന്തായാലും അതിന് പങ്കെടുക്കാൻ പറ്റില്ല. അമ്മയുടെ ആണ്ടിന് പോയേ പറ്റൂ. അപ്പോൾ ആദ്യത്തെ ആണ്ടാണ്, എനിക്ക് പോയേ പറ്റൂ അതിന്. ഞാൻ അതിന് പോകും. അതിന് ആ കോമ്പറ്റീഷന് പോകാൻ പറ്റത്തില്ല. പിന്നെ അതിന് വാല്യൂ ഇല്ലെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇറങ്ങാതിരുന്നപ്പോൾ ഞാൻ പ്രശ്നമാവും. അങ്ങനെയൊക്കെ എനിക്ക് അറിയില്ല, അങ്ങനെയൊക്കെ ആവുമോ എന്തോ. എന്തായാലും പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റും. അങ്ങനെ പോയല്ലേ പറ്റും. നമ്മുടെ നമ്മുടെ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു അമ്മമ്മേനെ. അപ്പം എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു ചടങ്ങ് വരുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം അത് എനിക്ക് ഒരു കോമ്പറ്റീഷനെക്കാട്ടി വലുതായിരുന്നു. പിന്നെ അതിന് പോയല്ലേ പറ്റും. അപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ മാർച്ചിൽ കോമ്പറ്റീഷൻ വരണുണ്ട്. അപ്പോൾ അതിന് പോകണം. അതിന് പോകും എന്തായാലും. അതിന് തന്നെ നല്ല 10-15 രൂപയാവും. പിന്നെ നമ്മുടെ കാര്യത്തിൽ വരാം. ഇതുണ്ട് TV ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. TV ഞാൻ പിന്നെ കാണാനൊന്നും പോയില്ല, മനസ്സിലാവുന്നില്ല. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പഴയ സിനിമ പടങ്ങൾ പോലെ ഉണ്ടായിരുന്നു. കയറൊക്കെ വലിച്ച് കിട്ടിയേക്കണം. അത് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ടൊന്നും നോക്കാൻ പോയില്ല കൂടുതൽ. പല കളർക്ക് കയറൊക്കെ വേണ്ട, നീല ചുവപ്പ് മഞ്ഞയൊക്കെ ഉണ്ടാകും വെച്ച. എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എനിക്ക് തൊടരുത് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ തൊടും. ഡോറൊക്കെ അടച്ചിങ്ങനെ തുറന്ന് നോക്കും.
ക്യൂട്ടിന് നല്ലൊരു പൂച്ച കണ്ടപ്പം ക്യൂട്ടാണ്. എനിക്ക് പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ പൂച്ചേനായിട്ട് വെച്ച് കുറച്ച് നേരം കൊഞ്ചിച്ച് ആകാശത്തൂടെ ഒരു ഇത് പോയി, എന്താണ് പ്ലെയിന് എന്തോണി ഒരു സാധനം അത് പോയപ്പം കുറേ നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങിയല്ല. ഈ സമയത്താണ് ഞങ്ങൾ കറങ്ങാനൊക്കെ പോയത്. ഈ സമയത്ത് ഞങ്ങൾ കറങ്ങാനൊക്കെ പോയിട്ട് വന്നിട്ട് ഇരിക്കുന്നതാണ്. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. കണ്ടോ, തിരിച്ച് കറങ്ങാനൊക്കെ പോയിട്ട് തിരിച്ച് പോവുകയാണ്. എവിടേക്ക്? ഹോസ്റ്റലിലോട്ടൊന്ന് സ്ഥലം മാറിപ്പോയല്ലേ. മത്സ്യം എവിടെയായിരുന്നത്? ഇവിടോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. ഇപ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്ന് ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. ഭയങ്കര എന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. ഇപ്പം നിൽക്കേണ്ടത് പോലും. പിന്നെ ഞാൻ കുറേ ഓറഞ്ചൊക്കെ എനിക്ക് മാക്സിമം എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അന്നത്തെ പ്രശ്നം എനിക്കതായിരുന്നു. കുറേ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറേ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതുണ്ട്. അത് ആ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. പിന്നെ ഈ തുരങ്കത്തിനകത്ത് ഭയങ്കര ഒരു സൗണ്ടാണ്. ഭയങ്കര അങ്ങനത്തെ എന്തൊരു സൗണ്ടാണ്. പിന്നെ മാക്സിമം ഞാനിനി വീഡിയോ എടുക്കാനും വിടാനൊക്കെ ശ്രമിക്കാം. എന്നോട് ക്ഷമിക്കണം എല്ലാവരും. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.